SSLC സോഷ്യൽ സയൻസിൽ ഷുവറായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ് മാപ്പ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എല്ലാ തവണയും 4 മാർക്കിന് മാപ്പ് മാർക്കിംഗ് ചോദിക്കാറുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാം. ഷുവർ 4 മാർക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മാപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നിങ്ങൾക്ക് 2 പാഠങ്ങളിൽ നിന്നാണ് മാപ്പിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, മാപ്പിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത്. ഓക്കെ, 4 മാർക്കാണ് മാപ്പിൻ്റെ ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ, അതിൽ 3 മാർക്കിന് ചോദിക്കുന്നത് ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും 1 മാർക്കിന് ചോദിക്കുന്നത് റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ. ഓക്കെ, ഈ 2 പാഠങ്ങളിൽ നിന്നാണ് 4 മാർക്കിനായിട്ട് എന്ത് ചെയ്യുന്നത് നമുക്ക് മാപ്പ് അടയാളപ്പെടുത്താൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 5 മാപ്പ് ഞാൻ പറഞ്ഞു തരും. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഒരു 4 എണ്ണം മതി. അതിനകത്തുള്ള കാര്യമാണ് എല്ലാ തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് 4 മാർക്ക് വാങ്ങാം. തുടങ്ങാം നമുക്ക്. ഒന്നാമത്തെ മാപ്പ്. ഒന്നാമത്തേത് ഇന്ത്യയിലെ റിവേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. റിവേഴ്സ് നോക്കുന്ന സമയത്ത് അതിനകത്ത് 2 റിവേഴ്സ് ഉണ്ട്. ഹിമാലയൻ റിവേഴ്സും ഉണ്ട്, പെനിൻസുലാർ റിവേഴ്സും ഉണ്ട്. ഹിമാലയൻ റിവേഴ്സിൽ 3 എണ്ണം മതി, എളുപ്പമാണ്. ഒന്നാമത്തേത് ഇവിടെ നോക്കിയേ, ഇൻഡസ്. ഓക്കെ, നിങ്ങൾ കണ്ടോ ഇൻഡസ് കണ്ടോ? അതാ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി കണ്ടോ, ഇന്ത്യയുടെ മാപ്പ് എടുക്കുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ, ആ ഒരു ഗ്യാപ്പിലൂടെ കയറി അടുത്ത് ഇപ്പുറത്തൊരു ഗ്യാപ്പ് കണ്ടോ, അതുവഴി ഇറങ്ങി എന്ത് ചെയ്തു, ദേ പോയി തീർന്നു ഇൻഡസ്. ഓക്കെ, നിങ്ങളിവിടെ നോക്കിയേ, ഒന്നുകൂടെ നോക്കിയേ, ഇൻഡസ് കണ്ടോ, ഇതാ ഇങ്ങനെ വന്നു, ഇതാ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു പോർഷൻ ഉണ്ടല്ലോ, അതുവഴി പാസ് ചെയ്തു, അകത്തൂടെ പോയി. ദെൻ അടുത്ത് അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയും ഒരു സി പോലത്തെ ഒരു കർവുണ്ട്, അതുവഴി എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി, തീർന്നു സിന്ധു, തീർന്നു ഇൻഡസ് അഥവാ സിന്ധു തീർന്നു. ഓക്കെ, ഇനി അടുത്ത ബ്രഹ്മപുത്ര സിമ്പിളാണ്. അതെന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു പോർഷൻ കണ്ടോ ഇന്ത്യയുടെ. ഓക്കെ, ഈ ഒരു പോർഷൻ കണ്ടോ, അതിൻ്റെ കുറച്ച് മുകളിൽ നിന്നായിട്ട് കറക്റ്റ് എന്ത് ചെയ്യുക, ഒരല്പം മുകളിൽ നിന്നായിട്ട് നമ്മളിങ്ങനെ വരച്ച് തുടങ്ങുക. അതിങ്ങനെ തുടങ്ങി ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് പാർട്ട്. ഓക്കെ, ഇതാ ഈ ഒരു പോർഷനാണ് ഏറ്റവും ടോപ്പായിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തിൽ ഏറ്റവും ടോപ്പ് ഉയർന്ന ഭാഗം എന്ന് പറയുമ്പോൾ ഇതാണ്. അവിടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അകത്തേക്ക് കയറ്റി ഇതാ ഈ ഭാഗത്തൂടെ ഇറക്കി കൊണ്ടുപോവുക, തീർന്നു. ആരെ? ബ്രഹ്മപുത്ര. അടുത്തതാണ് ഗംഗയെ. നോക്കിക്കോ, ഗംഗ എങ്ങനെ കിടക്കുന്നു, ഗംഗയെ കണ്ടോ, ഗംഗ കിടക്കുന്നത് കണ്ടോ, ഗായായിട്ട് ഗംഗ കിടക്കുന്നു. ഗംഗ എന്താണ്? ഗായാണ്. ഓക്കെ, അപ്പോൾ ഗാ ഉള്ള ഗംഗയുണ്ട് കണ്ടോ, ഈസി ഗംഗ. നിങ്ങൾ നോക്കുക, വേണ്ട ഈ ഒരു പോർഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഈ ഒരു ഭാഗം. ഓക്കെ, അപ്പോൾ അതിൻ്റെ നടുക്കുന്നായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, തുടങ്ങി എന്ത് ചെയ്യുക, അതാ ഇവിടെ ഒരു എൻഡ് ഉണ്ട് കണ്ടോ, ഈ ഒരു വി പോലത്തെ ഭാഗം, അതുവഴി ഇറക്കി എന്ത് ചെയ്യുക, വിടുക. ഗംഗ പോയി. ഗംഗ എങ്ങനെ പോയി? ഗംഗ ഗായും പാടി ഗംഗ പോയി, ആ വഴിക്ക് തീർന്നു. അപ്പോൾ നമ്മുടെ ഹിമാലയൻ റിവേഴ്സ് 3 എണ്ണേ ഉള്ളൂ, 3 എണ്ണം തീർന്നു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പെനിൻസുലാർ റിവേഴ്സിൽ വരുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു ഓർഡറിൽ പോവാം. നമുക്ക് ആദ്യം എന്താണ്, നിങ്ങൾ മാപ്പിലുള്ള ഈ ഒരു ഭാഗം ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പം അതിനും ഇതാണ്ട് ഈ ഒരു ലൈൻ, ഈ ഒരു ഭാഗം, അതിൻ്റെ ഒരു മിഡിൽ പോർഷൻ നിന്നായിട്ട് ഇങ്ങനെ തുടങ്ങി ഇന്ത്യയുടെ ഒരു മിഡിൽ പോർഷൻ വരെ പോവുക. ഓക്കെ, അതാണ് മഹാനദി. ആരാണ്? മഹാനദി. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ ദാണ്ട ഈ ഭാഗം കണ്ടോ, ദാ W പോലത്തെ ഒരു ഭാഗം. ഓക്കെ, നിങ്ങൾ അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു റീജിയൻ എടുത്താൽ മതിയിടാ, എന്നാലും നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഈ മാർക്കിങ്സ് പറയുന്നത്. കണ്ടോ, ഈ ഒരു റീജിയൻ, അവിടെ നിന്ന് അതിൻ്റെ നടുക്കുന്ന് നമ്മൾ തുടങ്ങി എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ വരയ്ക്കുമ്പോൾ ഗോദാവരിയായി. അതിൻ്റെ തൊട്ട് താഴെ കണ്ടോ, ദാണ്ട ഈ ഒരു ഭാഗം, അതിൻ്റെ തൊട്ട് താഴെന്ന് നമ്മൾ അടുത്ത് എന്ത് ചെയ്യുന്നു, ദെൻ വീണ്ടും ഒരു ലൈൻ വരയ്ക്കുന്നു, അതാരായി? കൃഷ്ണയായി. ഓക്കെ, ദെൻ ഇനി താഴെ വീണ്ടും കണ്ടോ, അതാ ഇവിടെ ഒരു വി പോലത്തെ ഒരു ഭാഗം കണ്ടോ, വി പോലത്തെ ഒരു ഭാഗം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ചിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വരച്ച് വിട്ട് കഴിഞ്ഞാൽ അതാരായി? കാവേരിയായി. ഓക്കെ, അപ്പോൾ താഴെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കാവേരി കഴിഞ്ഞ് കൃഷ്ണ, അതിൻ്റെ മുകളിൽ ഗോദാവരി, അതിൻ്റെ മുകളിൽ മഹാനദി. ഇനി 2 നദികളും കൂടെ ഉള്ളൂ. ഓക്കെ, താപ്തിയും നർമ്മദയും. ഓക്കെ, താപ്തിയും നർമ്മദയും. ഇനി ഇന്ത്യയുടെ മാപ്പ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ കണ്ടോ, ഈ ഭാഗം കണ്ടോ, ഇവിടെ 2 ചുഴുപ്പ് പോലെ കണ്ടോ. ഓക്കെ, അപ്പം അതിൻ്റെ ഈ മുകളിൽ നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് ഒന്നാമത്തെ ചുഴുപ്പ്, അതിൻ്റെ മുകളിൽ നിന്ന് ദാണ്ടെ ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് താപ്തിയായി. അതിൻ്റെ മുകളിൽ അതിനേക്കാളും കുറച്ച് കൂടി ഇവിടെ വീണ്ടും ഒരു എന്തുണ്ട്, ഡിപ്രഷൻ ഉണ്ട് കണ്ടോ, ആ ഭാഗത്ത് നിന്ന് നമ്മളൊരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഈ താപ്തിക്ക് നമ്മൾ വരച്ച ലൈനിനേക്കാളും കുറച്ചുകൂടി ലെങ്ത് വേണം. ഓക്കെ, നർമ്മദയ്ക്ക് അത് വരയ്ക്കുമ്പോൾ നർമ്മദയായി. നമ്മൾ ഒരു കാര്യം കൂടെ നോക്കുക, മഹാനദി ഉണ്ടോ, മഹാനദി ഇതാ പോകുന്നു, ഗോദാവരി ഇതാ പോകുന്നു, അവർക്ക് 2 പേർക്കും ഇടയിലൂടെയാണ് താപ്തി ഒഴുകുന്നത്. കണ്ടോ, നിങ്ങൾ ആ റീജിയൻ കണ്ടോ, ഇത്രയേ ഉള്ളൂ, നമ്മുടെ റിവേഴ്സ് തീർന്നു. സിമ്പിളാണ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് PDF ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം മാപ്പ് മാർക്കിങ്ങിന്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് പക്ക. ഇനി അടുത്ത് നമ്മൾ വരുന്നു പോർട്സ്, തുറമുഖങ്ങൾ. ഓക്കെ, നമ്മൾ പോർട്ടിലോട്ട് വരുന്നു. തുറമുഖങ്ങൾ വളരെ ഈസിയാണ്, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, ഗുജറാത്തിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. കണ്ടോ, അവിടെ ആ ഒരു വി പോലെ വരുന്ന എന്താണ് കൂട്ടിമുട്ടുന്ന ആ ഒരു ഭാഗമുണ്ട്. അവിടെ ആയിട്ട് ഏത് പോർട്ട്? കാണ്ട്ല പോർട്ട്. ഒന്നാമത്തെ പോർട്ട് ഏത്? കാണ്ട്ല പോർട്ട്. ഗുജറാത്തിൻ്റെ കണ്ടോ ആ വി പോലെ, അല്ലെങ്കിൽ ആ വാ തുറന്നിരിക്കുന്ന പോലെ കണ്ടോ, ഒരു ആനിമൽ കണ്ടോ, ഒരു ഡൈനോസോറോ എന്തെങ്കിലും എന്തോ ഒരു സാധനം, ഒരു വാ തുറന്നിരിക്കുന്ന പോലെ കണ്ടോ, അവിടെ വരുന്ന സാധനം ഏത്? കാണ്ട്ല പോർട്ട്. ഓക്കെ, നമുക്കിവിടെ ഒളിച്ചിരിക്കുന്ന പോലെ തോന്നുന്നില്ലേ? അപ്പം ഒന്നും നമ്മൾ കണ്ടില്ല, അപ്പോൾ അന്ന് അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി. ഇവിടെ അങ്ങനെ ഒളിച്ചിരിക്കുന്നതുകൊണ്ട് കണ്ടോ, ഇപ്പം നിങ്ങൾ വല്ലതും കാണുന്നുണ്ടോ? ഒന്നും കണ്ടില്ല. ഇപ്പം എന്തോ നിങ്ങൾ കണ്ടു, അപ്പോൾ കണ്ടല്ലോ അല്ലെങ്കിൽ കണ്ടില്ല, എന്താണ് സാധനം? കാണില്ല. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുക,
ദാ ഇവിടെ ചെറിയൊരു ഡിപ്രഷൻ വരും. ഓക്കെ, ദാ ഇങ്ങനെ ഒരു ചെറിയൊരു ഡിപ്രഷൻ വരും. ഓക്കെ, ഞാനത് മായ്ച്ച് കഴിഞ്ഞാൽ ഓക്കെ കണ്ടോ, അവിടെ ഒരു ഡിപ്രഷനുണ്ട്, ദാ ഇവിടെയും ഒരു ഡിപ്രഷനുണ്ട്. നിങ്ങളുണ്ടല്ലേ, സിമ്പിളല്ലേ, 2 ഡിപ്രഷൻ. ആ പോയിന്റ് മാർക്ക് ചെയ്ത് നോക്കിയാൽ ആദ്യത്തെ ഡിപ്രഷൻ ദാ ഇവിടെ മുംബൈ, രണ്ടാമത്തെ ഡിപ്രഷൻ ദാ ഇവിടെ ഏത് നവശേവ. ഓക്കെ, നവശേവ മുംബൈ. എടാ ദാ ഇവിടെ നോക്കിക്കോ, ഇത് മർമഗോവ. നമ്മൾ നവശേവ പഠിച്ച അടുത്ത് മർമഗോവ വരുന്ന സമയത്ത് കണ്ടോ ദാ ഇവിടെ ഒരു ഡിപ്രഷൻ ഉണ്ടോ, ആ ഡിപ്രഷൻ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക, അവിടെ ആരുണ്ട്, മർമഗോവ. ഓക്കെ, ഇനി അതിന് നേരെ താഴെയായിട്ട് ഓക്കെ ഈ ഒരു വലിയ സി പോലത്തെ സാധനം കണ്ടോ, കണ്ടോ ഇങ്ങനെ ഒരു സി പോലെ ഒരു സാധനം വരുന്നുണ്ടോ, കർവ് പോലെ, അതിൻ്റെ ഒരു നടുക്കായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക മംഗലാപുരം പോർട്ട്. ഏത് പോർട്ട്? മംഗലാപുരം പോർട്ട്. ഇനി നമുക്ക് കേരളം. ഓക്കെ, കേരളം തുടങ്ങുന്ന ഭാഗം. ഓക്കെ, കേരളം തുടങ്ങുന്ന ഭാഗം എന്നാ നിങ്ങൾ ഈ ഒരു ഭാഗം എന്ത് ചെയ്താൽ മതി, ആ ഒരു ഒടിവില്ലേ അവിടെ ഓർത്ത് വെച്ചാൽ മതി. അവിടെ നിങ്ങൾ എന്ത് മാർക്ക് ചെയ്യുക, കൊച്ചി മാർക്ക് ചെയ്യുക. തീർന്നു. ഇനി അടുത്താണ്ട് തൂത്തുക്കുടി. ഓക്കെ, തൂത്തിക്കൂറൻ എന്ന് പറയും നമ്മൾ. ഓക്കെ, തൂത്തുക്കുടി. ഓക്കെ, അപ്പോൾ തൂത്തുക്കുടി പോർട്ട് ദോ അവിടെ ആയിട്ട് വരുന്നു. ഓക്കെ, ദെൻ അടുത്ത ചെന്നൈ പോർട്ടുണ്ട്. ചെന്നൈ പോർട്ടിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാ ഇവിടെ ഒരു ഒടിവുണ്ട്. ഓക്കെ, അതിങ്ങനെ വളഞ്ഞു വരുന്നു. ഓക്കെ, അതിൻ്റെ ഏകദേശം നടുക്ക് ഭാഗമായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക, ചെന്നൈ പോർട്ടുമായി. ഇനി അടുത്ത വിശാഖപട്ടണം. ഓക്കെ, അടുത്ത പോർട്ട് ഏതാണ്? വിശാഖപട്ടണം. അത് താണ്ടെ ഇവിടെ ഒരു ചെറിയൊരു ഉണ്ടോ, ഇങ്ങനെ ഒരു ഒടിവുണ്ട് കണ്ടോ, ആ ഭാഗം കണ്ടോ, നമ്മളത് അപ്രോക്സിമേറ്റ് എന്ത് ചെയ്യുക, അവിടെ എടുക്കുക, വിശാഖപട്ടണം. ഓക്കെ, ഇനി അടുത്ത് പാരദ്വീപ്. അടുത്ത പോർട്ട് ഏതാണ്? ദാ ഇവിടെ ഇത് നോക്കി വെച്ചാൽ മതി. ദാ ഇത് കണ്ടോ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് അതിന് മുകളിലായിട്ട് കിടക്കുന്നു പാരദ്വീപ്. ദെൻ ദാ ഇവിടെ ആ വി പോലത്തെ ഒരു ഭാഗം കണ്ടോ, അവിടെ എന്തുണ്ട്, നമ്മുടെ കൊൽക്കത്ത പോർട്ടുണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ ഹാൽഡിയ പോർട്ട് എന്ന് എന്ത് ചെയ്യും പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ പോർട്ടുകൾ തീർന്നു. പോർട്ടെല്ലാം കടലിനോട് ചേർന്ന ഭാഗത്താണ് വരുന്നത്. ഓക്കെ, അത് ഓർമ്മ വേണം എല്ലാവർക്കും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നോർത്തേൺ മൗണ്ടൻ റീജിയനാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഉത്തരപർവ്വത മേഖല, നോർത്തേൺ മൗണ്ടൻ റീജിയനാണ്. ഇവിടെ ആദ്യം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 3 വര. ഓക്കെ, നമുക്കിതിനെ കോഡ് പഠിക്കാം. കലാസ എന്ന് പഠിച്ചാൽ മതി. കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഓക്കെ, ഇതാ ഇവിടുന്ന് നമ്മൾ ഇങ്ങനൊരു വര ഇട്ട് കഴിഞ്ഞാൽ അത് കാരക്കോറം ആദ്യം. അതിന് താഴെയായിട്ട് നമ്മളൊരു വര വരച്ച് കഴിഞ്ഞാൽ അത് ലഡാക്ക്. അതിന് താഴെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ അത് സസ്കർ. ഓക്കെ, ഈ ജമ്മു കാശ്മീരിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, അത് നിൽക്കണം, ആ വര പുറത്തോട്ട് പോകണ്ട. ഇനി അവിടെ നിന്ന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, വരച്ചുകൊണ്ട് വരുവാണ്. ഓക്കെ, ഇതാ ഇങ്ങനെ നമ്മൾ വരച്ച് ദാ ഈ ഒരു പോർഷൻ കവർ ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇപ്പോൾ ഇവിടം വരെ എത്തുമ്പോഴത്തേക്കും അതാരായി, ഹിമാദ്രിയായി. ഓക്കെ, ഇത് ഹിമാലയത്തിൻ്റെ ഡിവിഷൻസ് ആണ്, ഹിമാദ്രിയായി. ദെൻ അടുത്ത് വീണ്ടും അതിൻ്റെ താഴെ കൂടെ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ഒരു വര വരയ്ക്കുന്നു. അതും എന്താണ്, ഈ ഒരു ഭാഗത്തൂടെയൊക്കെ നമ്മൾ കൊണ്ടുപോയി അത് ഏറെക്കുറെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കുന്നു. അതെന്തായിട്ട് മാറി, ഹിമാചൽ ആയി. അതെന്തായിട്ട് മാറി, ഹിമാചൽ. ഇനി ഏറ്റവും താഴെയായിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, അതും ഏറെക്കുറെ എന്ത് ചെയ്യുന്നു, ഇവിടെ ആയിട്ട് വരുന്നു. ഓക്കെ, അതിൻ്റെ പേരാണ് ശിവാലിക്. ഓക്കെ, അപ്പം ഏറ്റവും ഔട്ടർ ശിവാലിക്കായി. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കടാ, ഇവിടെ ഒരു 4 ചുവന്ന വരകൾ കാണുന്നല്ലേ. ഓക്കെ, അപ്പം 4 ഈ ഒന്നാമത്തെ വര ഇത് പട്കായിബും. ഓക്കെ, രണ്ടാമത്തത് നാഗാ ഹിൽസ്, അടുത്തത് മീസോ ഹിൽസ്, ഇതിൻ്റെ പേര് ജൈന്തിയ ഹിൽസ്. സിമ്പിൾ. ഓക്കെ, തീർന്നു, നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റീജിയൻ തീർന്നു. ഓക്കെ, ഇനി അടുത്ത പെനിൻസുലാർ പ്ലാറ്റു ആണ്. ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമിയാണ് നമ്മൾ നോക്കുന്നത്. ഇത് അത്യാവശ്യം എന്താണ് മാർക്കിങ്സ് ഉണ്ട്. ഓക്കെ, നോക്കുക. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഇവിടെയാണ്. ഓക്കെ, ദാണ്ടെ ഈ ലൈൻ കണ്ടോ, ഈ ഭാഗം കണ്ടോ, ഈ ലൈൻ, ഇതാണ് വെസ്റ്റേൺ ഗട്ട്സ്. ഇതാണ് എന്ത്, വെസ്റ്റേൺ ഗട്ട്സ്. ഓക്കെ, ഇനി അടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതിന് കണ്ടിന്യൂറ്റി എന്താണ് ഇല്ല കേട്ടോ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കരുത്. ഇടയ്ക്ക് ദാണ്ട ഇവിടെ ഈ ഒരു ഡിപ്രഷൻ വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക, ഒരു ഗ്യാപ്പ് കൊടുക്കുക, ഇതാ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇതാണ് ഈസ്റ്റേൺ ഗട്ട്സ്. ഓക്കെ, ഇത് പശ്ചിമഘട്ടം, ഇത് പൂർവ്വഘട്ടം. ഓക്കെ, വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്. ഓക്കെ, ഇനി ഇതിനെ നടുക്കുണ്ടോ, നടുക്ക ഒരു ട്രയാങ്കിൾ കണ്ടില്ലേ, കണ്ടോ, ഇതാണ് ഡെക്കാൻ പ്ലാറ്റു. എന്ത് പ്ലാറ്റു? ഓക്കെ, ഡെക്കാൻ പീഠഭൂമി. ഓക്കെ, ഡെക്കാൻ പ്ലാറ്റു. ഓക്കെ, ഇതാണ് ഡെക്കാൻ പ്ലാറ്റു. ഒപ്പം നമ്മൾ വെസ്റ്റേൺ ഗട്ട്സ് പഠിച്ചു, ഈസ്റ്റേൺ ഗട്ട്സ് പഠിച്ചു, ഡെക്കാൻ പ്ലാറ്റു പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നു ഗുജറാത്തിൻ്റെ മുകൾ ഭാഗം, താഴ്ഭാഗം. മുകളിൽ കച്ച് പെനിൻസുല. ഓക്കെ, കച്ച് ഉപദ്വീപ്. താഴെ വരുമ്പോഴത്തേക്കും കത്തിയവാർ പെനിൻസുല, കത്തിയവാർ ഉപദ്വീപ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുമ്പോൾ റൈറ്റ് സൈഡ് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ട്രയാങ്കിളായിട്ടോ അല്ലെങ്കിൽ സർക്കിളായിട്ടോ എന്ത് ചെയ്യുക, ഇങ്ങനെ മാർക്ക് ചെയ്യുക, റൗണ്ടായിട്ടോ മാർക്ക് ചെയ്യാം. അത് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു ആണ്. എന്ത് പ്ലാറ്റു ആണ്? ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു. ഇനി ഡെക്കാൻ പ്ലാറ്റുവിൻ്റെ മുകളിലായിട്ട് ഇതാ ഇവിടെ 2 സാധനങ്ങളുണ്ട്. ഒന്ന് വിന്ധ്യയും മറ്റൊന്ന് സത്പുരയുമാണ്. ഓക്കെ, ഈ ആദ്യം കാണുന്ന ഈ സാധനം വിന്ധ്യ, രണ്ടാമത്തത് സത്പുര. ഓക്കെ, വിന്ധ്യ, സത്പുര, 2 എണ്ണം. ഓക്കെ, ഇനി അതിൻ്റെ മുകളിലായിട്ടുള്ള പ്ലാറ്റു ആണ് മാൽവ പ്ലാറ്റു. ഓക്കെ, ഒരെണ്ണം കൂടെ പഠിക്കാവുള്ളൂ. മാൽവ പ്ലാറ്റുവിൻ്റെ മുകളിൽ താണ്ട് ഈ രാജസ്ഥാൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പർവ്വത നിരയുണ്ട്. ഇതിനെയാണ് ആരവല്ലി എന്ന് വിളിക്കുന്നത്. ഇത് ആണ് രാജസ്ഥാൻ ഒരു മരുഭൂമിയായി പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, രാജസ്ഥാനിൽ മഴ കുറച്ച് കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ ആരവല്ലി മൗണ്ടൻ്റെ പ്രസൻസ് ആണ്, ആരവല്ലി റേഞ്ചസിൻ്റെ പ്രസൻസ് ആണ്. ഇത്രയേ ഉള്ളൂ ഏത്, പെനിൻസുലാർ പ്ലാറ്റു. ഒരെണ്ണം കൂടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, എന്നാലും അഥവാ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സിമ്പിളാണ്.
നമ്മൾ നോക്കുന്ന കോസ്റ്റൽ പ്ലെയിൻസ്, നമ്മുടെ തീര സമതലങ്ങൾ എന്ന് പറയും. അതായത് കടലിനോട് ചേർന്ന് കിടക്കുന്ന തീരപ്രദേശമില്ലേ, ആ തീര സമതലങ്ങൾ, ഇത് പ്ലെയിൻ ആയിട്ടുള്ള കോസ്റ്റൽ പ്ലെയിൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഭാഗം ഈസ്റ്റേൺ ഭാഗത്തുള്ളതിനെ നമ്മൾ വിളിക്കുന്നത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നു. ഈ ഭാഗത്തുള്ള കോസ്റ്റൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നു ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അതിൻ്റെ ഓപ്പോസിറ്റ് വെസ്റ്റേൺ പാർട്ടിൽ, വെസ്റ്റേൺ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഗുജറാത്തിൻ്റെ കേരളം വരുന്ന ഭാഗമാണ് വെസ്റ്റേൺ ഭാഗം. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നു. ഇനി ഇതിന് വീണ്ടും ഡിവിഷനുണ്ട്. ഈ ഒരു പോർഷൻ ഓർമ്മ വേണം. ഓക്കെ, അവിടെ മുതൽ ഓക്കെ ദാണ്ട ഈ നടുക്ക് ഇവിടെ ഒരു ഒടിവ് വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഹാഫ് പോർഷൻ നിങ്ങൾ ഏറെക്കുറെ എടുത്താൽ മതി. അതിന് നമ്മൾ വിളിക്കുന്നത് നോർത്ത് സർക്കാർ പ്ലെയിൻ എന്ന് വിളിക്കും. നോർത്ത് സർക്കാർ പ്ലെയിൻ എന്ന് വിളിക്കുന്നു. ദെൻ ആ മിഡിൽ പോർഷൻ മുതൽ അവസാനം ആ തുമ്പ് വരെ എത്തുന്ന ഭാഗം, ഓക്കെ, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കോറമാൻഡൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നു. അതെന്ന് വിളിക്കുന്നു കോറമാൻഡൽ കോസ്റ്റ്. ഇനി അടുത്ത വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിന് വീണ്ടും 3 സബ് ഡിവിഷൻസ് ഉണ്ട്. നമ്മുടെ ഗുജറാത്തിൻ്റെ ഈ ഭാഗമില്ലേ, ഇത് മുതൽ ഈ ഭാഗം വരെ വരുന്നതാണ് ഗുജറാത്ത് കോസ്റ്റ്. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു എന്താണ്, ആ ഒരു ഡിപ്രഷൻ, നമ്മൾ നേരത്തെ മാപ്പുകളിൽ ആ ഒരു ആദ്യത്തെ ഡിപ്രഷൻ, 2 ഡിപ്രഷൻ അടുത്തടുത്ത് കണ്ടതാണ്. ആ ഒരു ഒന്നാമത്തെ ഡിപ്രഷൻ കണക്കാക്കി എന്ത് ചെയ്യുക, നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, ഇത്രയും വരുന്നത് ഏത്? ഗുജറാത്ത് കോസ്റ്റ്. അടുത്ത് അതിന് താഴെ നമ്മുടെ കേരളം വരെ വരുന്ന ഭാഗം, അത് മുതൽ കേരളം വരെ വരുന്ന ഭാഗം കൊങ്കൺ കോസ്റ്റ്. ഇനി കേരളം തൊട്ട് താഴെ വീണ്ടും ഒന്നാണ് തമിഴ്നാടിൻ്റെ ആ റീച്ച്, നമ്മുടെ എൻഡ് ബോട്ടം ഭാഗത്ത് വരുന്നവരെയുള്ളത് മലബാർ കോസ്റ്റ്. തീർന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ മാപ്പ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് 4 മാർക്ക് ഷുവറായിട്ട് കിട്ടും. ഇത്രയും മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് എക്സാമിന് തരുന്നത് ഇതേപോലത്തെ ഒരു മാപ്പായിരിക്കും എക്സാമിന് തരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഇത് കണ്ട ശേഷം നിങ്ങൾ ഒരിക്കൽ എന്ത് ചെയ്യുക, മാപ്പ്, ഔട്ട്ലൈൻ മാപ്പ് എടുക്കുക. എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഇരിക്കുക. ഓക്കെ, ഒന്നുകൂടി ഇരുന്നിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കുക. ദെൻ അടുത്ത ഒരു പ്രാവശ്യം കൂടി ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്കും ചുമ്മാ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.